ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ മക്കളെ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നല്ലൊരു എനർജി കിട്ടിയിട്ടോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് അവിടുത്തെ പണിയും കാര്യങ്ങളൊക്കെ തറവാട്ടത്ത് കഴിഞ്ഞ് പോന്നു കേട്ടോ. നോൽമ്പ് മണി കുറച്ചൊക്കെ ഏട്ടത്തി എടുത്തു വെച്ചിരുന്നു. എല്ലാം കൂടി ഒന്നും പിന്നെ കൊണ്ട് കഴിയൂലല്ലോ, കൂട്ടിയാൽ കൂടൂല. അപ്പം ചെമ്പും ചെറുക്കും ചെമ്പട്ടിയൊക്കെ മോറിക്കാണ്ട് ഞാനാണ് പോന്നു കേട്ടോ. അഞ്ഞോള് വരുന്നതിൻ്റെ തലേന്ന് പോയി വൃത്തിയാക്കാം. അപ്പം ഇന്ന് രാവിലെ തന്നെ നല്ലൊരു എനർജി ഉണ്ട്. അപ്പോൾ കുറച്ച് പണികളൊക്കെ ചെയ്യുക, തോത്തി തുടക്കലും ജനാല മോറലൊക്കെ ചെയ്യാമെന്ന് കരുതിക്കാണ്ട്. അപ്പോൾ പാത്രങ്ങളൊക്കെ ഉണ്ട് മോറാൻ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി പാത്രങ്ങളൊക്കെ മോറായിരുന്നാണ്ട് കുറച്ച് വീഡിയോ ആക്കിക്കാണ്ട് ഞാൻ വിട്ടുതരാം കേട്ടോ. അപ്പോൾ അതാക്കണ രാവിലെ തന്നെ ഒക്കെ കടക്കപ്പായി ഒന്നും മടക്കിയിട്ടില്ല കേട്ടോ മക്കളെ. അതിനൊന്നും നേരം കിട്ടിയിട്ടില്ല. മക്കൾക്കൊന്നും ഇപ്പം ഇന്ന് സ്കൂളൊന്നും ഇല്ല കേട്ടോ. എന്നാലും ഷെയ്മോൾ അടിച്ചു വരാനും ഇതിനൊക്കെ പോയി. പിന്നെ ബേബിയാളി നോക്കണ്ടേ, ഓളങ്ങോട്ട് എല്ലാം കൂടി ഏൽപ്പിച്ചാൽ പിന്നെ നമ്മളെ പരിപാടികളൊന്നും നടക്കൂല. പിന്നെ കാക്കുമല്ലേ, കാക്കൂനെ ഇനിയിപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ പരിപാടിയാണ് നിർത്തിച്ചാലേ 2 ദിവസം കൂടി അല്ലേ ഉള്ളൂ നോൽമ്പ്. അപ്പോൾ ഇതിനാണ് മുഴുവനാക്കട്ടെ എന്ന് കരുതിയാണ്ട് കാക്കൂന് ഞാൻ ബുദ്ധിമുട്ടിച്ചില്ല കേട്ടോ. എന്നാലും അതിൻ്റെ ഇടയിൽ തിരുമ്പാലൊക്കെ തിരുമ്പിയൊക്കെ തന്നു കേട്ടോ. വാഷിംഗ് മെഷീനിൽ ഇട്ടുകാണ്ട് തിരുമ്പി. ഇനി കുറച്ചും കൂടി ഉണ്ട് കല്ലുമ്മട്ട് വരച്ച് കഴുകാമല്ലോ കേട്ടോ. ഇൻഷാല്ലാ അതും കൊണ്ട് വരച്ച് കഴുകണം. അപ്പോൾ ഇതാക്കണ ജനാൽ കമ്പി ഒക്കെ ഒന്ന് മോറി വൃത്തിയാക്കട്ടെ കേട്ടോ. അപ്പോൾ ഷെയ്മോളെ റിതുവിനെയൊക്കെ ഏൽപ്പിച്ചലാന്ന് പറഞ്ഞില്ല ഞാൻ. കഴിഞ്ഞ പ്രാവശ്യമൊന്നും എനിക്ക് വയ്യായിരുന്നു, അന്ന് വയറ്റിലൊക്കെ ഉണ്ടായിട്ടേ. അപ്പോൾ ഓലായിരുന്നു അന്നൊക്കെ ചെയ്തിരുന്നു. ഈ പ്രാവശ്യം ഇനി ഓല ഏൽപ്പിക്കാനാവില്ല എന്ന് കരുതിക്കാണ്ടേ. ഓല ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ആ പെയിൻ്റൊക്കെ ആകെ വൃത്തിയേടാവും, വെള്ളം നനച്ച് കാണ്ട്. അപ്പോൾ ഒന്നും നനച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുക്കാതിരിക്കാണ്ട്. അപ്പോൾ ഒരു ഡെറ്റോളിൻ്റെ കുപ്പിയും കൊണ്ടുവച്ചിക്കാണ്ട് ഒന്നും മുണ്ടൊക്കെ ഒരു പഴയ മുണ്ടൊക്കെ എടുത്തുകാണ്ട് ഞാൻ അതിലൊക്കെ ഒന്ന് വൃത്തിയാക്കിട്ടോ. അതൊരു പിരാന്ത് പിടിച്ച പരിപാടി തന്നെയാണ്. ഈ കമ്പിയും കൊളുത്തൊക്കെ നന്നാക്കുക അല്ലേ, ഈ പൊത്തിൽ കഴിച്ചിട്ടുള്ള മാതിരി ആകെ വൃത്തിയാക്കണ്ടേ. അപ്പോൾ അതാക്കണ കട്ടിലേക്ക് ഒന്ന് മോറിനി വൃത്തിയാക്കുന്നുണ്ട്. പാറോത്തിൻ്റെ ഇല കൊടുങ്ങാണ്ട് വരച്ച് വൃത്തിയാക്കലുണ്ട് കേട്ടോ. അപ്പോൾ 2-3 വർഷമായിട്ട് ഇതിനൊന്നും കഴിയലില്ല മക്കളെ. അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ലേസം പച്ചരി കാക്കൂവിനോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. റേഷൻ പീടിയിൽ നിന്ന് എല്ലാ കൊല്ലം നോൽമ്പിന് നമുക്ക് പച്ചരി കിട്ടലുണ്ടല്ലോ 10 കിലോ. അപ്പോൾ ഈ പ്രാവശ്യം ഉണ്ടാവോ ഒന്ന് പോയി നോക്കി മനുഷ്യറിഞ്ഞ് ഞാൻ. എന്നാൽ കൊണ്ടുവരികയാണെങ്കിൽ കുറച്ച് നമുക്ക് വൃത്തിയാക്കി കാണ്ട് കഴുകി വൃത്തിയാണ്ട് ഹർസിൻ്റെ മുകളിലിട്ട് കഴിഞ്ഞാൽ അതാണ് പൊടിച്ച് വൃത്തിയാക്കുക. പിന്നെ കിറ്റൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ നമുക്ക് അതിനനുസരിച്ചൊക്കെ പോവാം. പിന്നെ ഇപ്പോൾ ആഡംബരമൊന്നുമില്ല ഈ പ്രാവശ്യം, വല്ലാതെ ഒന്നുമില്ല. ലേസം ഇറച്ചി എന്തെങ്കിലുമൊക്കെ വാങ്ങിയാലും നമ്മളെ റിതുള്ളതുകൊണ്ട് പേടി തന്നെയാണ്. അപ്പോൾ കുറച്ച് എന്തെങ്കിലും കടലയും ഉരുളൻകിഴങ്ങൊക്കെ വാങ്ങാമെന്ന് വെച്ച് വൃത്തിയാക്കട്ടെ. അപ്പോൾ ഒരു റൂം മാത്രമേ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ. ബാക്കി എല്ലാം കൂടി ഇങ്ങോട്ട് എടുക്കുമ്പോഴേ നമ്മളെ വീഡിയോ ആകെ ലോങ് ആയി പോവും. അപ്പോൾ കുറച്ചൊക്കെയാണ് എടുക്കുന്നത് കേട്ടോ. എല്ലാം കൂടിയും കഴിയില്ല, ബേബികളൊക്കെ എല്ലാം ഉണ്ട്. ഇത്ര വലിയ പണിയൊന്നുമില്ല മക്കളെ. ഇത് ഒന്നിനോട് ഇറങ്ങി പുറപ്പെട്ടാലേ ഒരു ദിവസം കൊണ്ട് തീർക്കാനുള്ള പണിയുള്ളൂ. നമുക്ക് കുഞ്ഞുമണികളില്ലോണ്ടേ ഓല കാര്യങ്ങളും നോക്കണ്ടേ. ഓല ഉറങ്ങണീനൊക്കെ അനുസരിച്ച് ലേസിച്ചൊക്കെ എടുക്കാനേ കഴിയുള്ളൂ കേട്ടോ. ഒന്നായിട്ട് എടുക്കാനൊന്നും കഴിയൂല. പിന്നെ കാക്കുമായിരുന്നു എല്ലാത്തിനും കൂടി തന്നിരുന്നു. കാക്കുവിനെ ഇനിയിപ്പോൾ ഞാൻ വിളിച്ച് കഴിഞ്ഞാൽ ആ പെയിൻ്റ് അടി അവിടെ നിൽക്കും. ഒരു ലേസം കൂടി ഉണ്ട് അവിടെയും ഇവിടെയൊക്കെ ഒന്ന് തോണ്ടി തേക്കാൻ കേട്ടോ. അപ്പോൾ റൂമിൽ അടിക്കണില്ല താത്താ ചോദിക്കുന്നുണ്ട്. റൂമിലും അടിച്ചണം ഇൻഷാല്ലാ, നോക്കട്ടെ കേട്ടോ. ആ 10 കിലോ കൊടുന്നത് തന്നെ കേട്ടോ. അതിൽ ബാക്കി ഉണ്ടെങ്കിലേ തേക്കുള്ളൂ, അല്ലാതെ ഇനിയിപ്പോൾ കൊടുന്നുകാട് തേക്കാനൊന്നും ആവില്ല. പെര പറ്റ മൊഞ്ചത്തിയാക്കി കഴിഞ്ഞ് പിന്നെ നമ്മളെ കഴിച്ചെന്നാണ് വേറിട്ട് പോകുമ്പോഴേ അതൊരു വല്ലാത്ത സങ്കടം തന്നെയല്ലേ. അപ്പോൾ ഇൻഷാല്ലാ ഈ റമളാൻ മാസത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മാർഗം കാണും കരുതിങ്ങാണ്ട് റബ്ബിനോട് നല്ലോണം ദുആ ചെയ്യുന്നുണ്ട് ഞാൻ കേട്ടോ. നിങ്ങളും എൻ്റെ കൂടെ ദുആ ചെയ്യുകൊണ്ട് ആരെ പ്രാർത്ഥനയെ പഠിച്ചോ കേൾക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഏട്ടത്തി പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല, ഏട്ടത്തിനോടും ഞാൻ നന്നായിട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒരു മാർഗം റബ്ബ് എനിക്ക് കാണിച്ചു തന്നെങ്കിൽ വീട് പോവാതെയെന്ന്. അപ്പോൾ ഇൻഷാല്ലാ അതാക്കണ് നിൻ്റെ അടിയിൽ കൂടെ എല്ലാ പണികളും തീർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ് അവിടെ വെച്ചിട്ടുണ്ട്, മുരിങ്ങ താളിച്ചും ചെയ്തിട്ടുണ്ട്, മമ്പയർ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോസിൽ പകർത്തിയിട്ടില്ല. ഫസ്റ്റ് തന്നെ രാവിലെ എണീറ്റുകൊണ്ട് ഇതൊക്കെ ചെയ്തു കേട്ടോ. ഒന്ന് രാവിലെ ഓട്ടടയൊക്കെ ചുട്ട്. പിന്നെ നമ്മളെ റിതു അല്ലേ, റിതുവിനെ ഞാനിങ്ങനെ ബാക്ക് കൂടെ നടക്കണം എല്ലാ കാര്യങ്ങൾക്കും കേട്ടോ. നമ്മളെ കിയാർനെല്ലൊക്കെ ഞാൻ പാടത്ത് പോയിക്കാണ്ട് ഒന്ന് പാലിൽ അരച്ച് കലക്കിക്കാണ്ടൊക്കെ കൊടുക്കും കേട്ടോ. അത് കുടിക്കൊന്നുമില്ല, എന്നാലും അവിടെ നിൽക്കണം, വടിയും കുഴലൊക്കെ കൊണ്ടുകാണ്ട് അപ്പോഴേ ഒന്ന് കുടിക്കുള്ളൂ. അതൊരു ചമർപ്പല്ലേ, കുടിച്ചാൽ കുട്ടികൾക്കൊക്കെ ഒരു ഗതിയാട്. അപ്പം ഞാൻ ഓനോട് പറയിച്ച ആ പഴം വിഴുങ്ങിക്കണം മരുന്ന് പിടിച്ചിട്ടുണ്ട് എഴുതിക്കാണ്ട് 3-4 മാസം ശ്രദ്ധിക്കണം പറയും. അപ്പം കഴിഞ്ഞൊല്ലൊന്നും ഒന്നായിട്ടൊന്നും മോറാനൊന്നും കഴിഞ്ഞിട്ടില്ല. നമ്മളെ ഷെയ്മോളും ഇതൊക്കെ ആയിരുന്നു കേട്ടോ. അന്ന് ജനലും കമ്പിയൊക്കെ ഒന്ന് മോറി കൊടുത്താൽ അന്നൊക്കെ ചെറിയ കുട്ടികളല്ലേ ഓല്. അപ്പോൾ ഓലെന്നെ മോറും കേട്ടോ. അന്നൊക്കെ ഞാൻ പറയും 10 ഉറുപ്പ്യ തരാം 20 ഉറുപ്പ്യ തരാമെന്നൊക്കെ പറയാം. അപ്പോൾ ഓല് മോറി തരും കേട്ടോ. ഇപ്പം എൻ്റെ മക്കളെ ഒക്കെ ശീലിച്ചു കേട്ടോ. അപ്പോൾ ഓലെ നമ്മൾ പറയാതെ തന്നെ എല്ലാം ചെയ്തു തരും. കുട്ടികൾക്ക് പക്വതൊക്കെ ആയില്ലേ, അപ്പോൾ ഓലെ തന്നെ ചെയ്തു തരും. പിന്നെ ഞാൻ റിതുവിനെ കൊണ്ട് എടുപ്പിക്കാക്ക നിങ്ങൾക്ക് അറിയില്ലേ. നാഥൻ്റെ കാക്കുവിൻ്റെ ബാക്കിൽ കൂടെ എടുക്കുന്നുണ്ട്, ഞാൻ പെയിൻ്റ് അടിച്ചരാറിന് കണ്ട്. അപ്പോൾ ആ ജനൽവാതിലിൻ്റെ കട്ടിൽമേലൊക്കെ ഒന്ന് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. എന്തായാലും അവിടെയൊക്കെ നിറച്ചും പൊടിയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇത് എന്നൊന്നും തുടക്കമില്ല, എന്നെ കൊണ്ട് കഴിയില്ല, നിങ്ങൾക്ക് അറിയണമല്ല. എല്ലാവർക്കും നല്ല ചൊറുക്കിലും വൃത്തിയിലൊക്കെ ഇരിക്കാൻ പൂതി തന്നെ മക്കളെ. അപ്പോൾ ഒന്നും നടക്കണില്ല, കുഞ്ഞുമണികളില്ല കൊണ്ട്. അപ്പോൾ 2 ദിവസം മുന്നേ കാക്കുവിൻ്റെ
പാക്ക് തീരെ വയ്യാതെയൊക്കെ ആയിട്ട് കൊണ്ടുപോയിട്ടോ. കാക്കു പെട്ടെന്ന് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ. അപ്പം നെഞ്ഞുവേദനയൊക്കെ ആയിരുന്നു. അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതൊക്കെ റെഡി ആയിട്ട് പോന്നു. അന്ന് ആരും ഇല്ലായിരുന്നു കേട്ടോ, ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഈ 3 ബേബിയാളെയും കൊണ്ട്. നല്ല കരച്ചിലൊക്കെ ആയിരുന്നു. ഏതായാലും അന്ന് എന്തൊക്കെയാ കാട്ടിക്കൂട്ടിക്കാണ്ടാണ് ഒപ്പിച്ച് കൂട്ടിയിട്ടോ. നമ്മളെ റിതുവിന് സ്കൂളുണ്ട്, പരീക്ഷയാണ്. അപ്പോൾ ഓനെ അങ്ങനെ കൊണ്ടാക്കി കൊടുത്തു മുത്തച്ഛൻ്റെ ചെറുക്കന്. ഷെയ്മോളും സ്കൂൾക്കും പോയിക്കണ് വെച്ചു. ഉമ്മാനൊക്കെ പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ ഞാൻ മെല്ലെ പറഞ്ഞയച്ചു കേട്ടോ. ഏതായാലും അങ്ങനെയൊക്കെയാണ് നമ്മളെ ജീവിതമൊക്കെ കഴിഞ്ഞു പോണ മക്കളെ. എല്ലാവരും ഉണ്ടായാലും ആരും ഉണ്ടാവില്ല, നമുക്ക് ആരും ഇല്ലെങ്കിലും പഠിച്ചോണ്ടാവുമല്ലോ അല്ലേ, അത് മതി. ഞാൻ അങ്ങനെ കരുതൽ കേട്ടോ. നമ്മൾ ചെയ്ത പ്രവൃത്തിക്ക് പഠിച്ചോനെന്നല്ലെങ്കിൽ നാളെ ഒരു പ്രതിഫലം തരാക്കൂല. അപ്പോൾ കുറേ ആളുണ്ടായിട്ടൊന്നും കാര്യമില്ല പറയാം, പൈസയും കായും ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. നോക്കണോലെ തന്നെ വേണം. ഒന്ന് തിരിഞ്ഞു നോക്കാനും പാളിയാക്കാനൊന്നും ചിലപ്പോൾ ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും പേടി തന്നെ ആരും. ഒന്നാമത് നമ്മൾ ഈ അവസ്ഥയിൽ നിൽക്കുമ്പോഴൊക്കെ എല്ലാവർക്കും ഇതൊക്കെ തന്നെയാണ് പേടി തന്നെ. ഒക്കെ ബാക്ക് മാറിക്കും. ഒക്കെ ഇൻഷാ അല്ലാ ശരിയാവും. എന്നും പഠിച്ചവനും ഒരേപോലെ ഒന്നും കാണൂലല്ലോ. നിങ്ങൾ പറയണ പോലെ ഒരു കയറ്റത്തിന് ഒരു ഇറക്കം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാക്കണമൊക്കെ മോറി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. പാറവത്തിൻ്റെ ഇല ഇട്ടുകൊണ്ട് വരക്കണം എന്നൊക്കെ കരുതി ഞാൻ റിതുവിനോട് പറഞ്ഞിട്ട് 2 പാറവത്തിൻ്റെ ഇലയൊക്കെ കൊടുന്നു തരുമടാ, അതൊക്കെ ഒന്ന് മോറി വൃത്തിയാക്കാൻ കാരണം. ഓൻ പറഞ്ഞു നിങ്ങളൊന്ന് പെട്ടെന്നൊന്ന് നന്നാക്കി ഇട്ടാൽ മതി, നിങ്ങൾ ഇനി പാറവത്തിൻ്റെ ഇലയൊക്കെ തിരഞ്ഞ് നടക്കുമ്പോൾ കുട്ടികളെ കൊണ്ട് കരച്ചിലാവും പറഞ്ഞു. അപ്പോൾ ഷെയ്മോൾ ഒന്നിനെ കൊണ്ടടക്കുന്നുണ്ട്. പൊന്നൂസിന് ഞാൻ പെൻഷനുണ്ട് പറഞ്ഞില്ലേ, ഓളെ ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ടാണ് കിടത്തിട്ടോ. അപ്പോൾ ചോറ് ഞാൻ നേരത്തെ ഉണ്ടാക്കിയോണ്ടേ പൊന്നൂന് ചോറ് തന്നെ വേണം. അപ്പോൾ പൊന്നൂന് ചോറ് കൊടുക്കാമെന്ന് കരുതി. മിന്നുവിന് പിന്നെ നഴ്സറി പൊടി എന്തെങ്കിലുമൊക്കെ മതി, ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നഴ്സറി പൊടി കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്കല്ല വൈകുന്നേരമൊക്കെ വരകും. എന്നാൽ എന്താ വെച്ചാൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാമല്ലോ. പൊന്നും മിന്നും ലീനും ഒക്കെ തിന്നു കേട്ടോ. പൊന്നും ഒന്നും തിന്നാത്തുള്ളൂ, ഈ ചുമ്മിൻ തിന്നു നമ്മളെ. ഇവർക്കൊക്കെ ഇഷ്ടമാണ്, ഇവരൊക്കെ കഴിക്കും ചെയ്യും കേട്ടോ. നന്നായിട്ട് പെരകി കൊടുത്താൽ ആ പൊടി പച്ചക്ക് തിന്നും. അതിൽ കമൻറ്റ് ബോക്സിൽ ആരോ കണ്ടിനി അതങ്ങനെ തിന്നുമോ താത്താ ചോദിച്ചിനി. അതൊക്കെ അങ്ങനെ തിന്നു കേട്ടോ, മക്കളൊക്കെ അങ്ങനെ തിന്നു. ഓൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. ആ പൊടിയിൽ രസം ചൂടുവെള്ളോ നമ്മളെ കട്ടൻ ചായയൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കോരി തിന്നും കുട്ടികൾ. നല്ല തന്നെയല്ലേ, നല്ല പ്രോട്ടീനും കാൽസ്യമൊക്കെ അടങ്ങിയ സാധനമല്ലേ ആ പൊടി. അപ്പോൾ ഇതാക്കണ് തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടി എന്തെങ്കിലുമൊക്കെ കാട്ടണം. ഇനി ഈ കടക്ക കുറേ ദിവസമായി ഞാനൊന്ന് വെയിലത്തിട്ടിട്ട്. ഇതിൻ്റെ അടിയിൽ റിതുവിൻ്റെ കടക്കൊന്ന് കൊണ്ടുപോയി വെയിലത്തിട്ട് നിങ്ങൾ കണ്ടതല്ലേ. നമ്മളെ റിതു ആസ്പത്രിയിലായെന്ന് എല്ലാവരും കൂടി ഒരു കട്ടിയിൽ മേലെ കടക്കയിലൊക്കെ കടന്നിട്ടേ നമ്മളെ ചുമയൊക്കെ ഒന്ന് മൂത്രമൊഴിച്ചപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി നന്നായിട്ട് വെയിലൊക്കെ കൊള്ളിച്ചിരുന്നു. അപ്പം ഇനി അയിമക്ക് നോക്കാൻ കഴിയൂല, ആകെ 2 കടക്കയുള്ളൂ. ഇത് പിന്നെ നമ്മളെ താഴത്തൊരു കാക്കു തന്നാണ് കേട്ടോ. ആ കാക്കു പഴയ കടക്കൊക്കെ എക്സ്ചേഞ്ച് ചെയ്യൂലേ. അപ്പോൾ ഇത് നല്ല കടക്കയാണിത്, ഒഴിവാക്കാനാവില്ല, നിങ്ങൾക്ക് വേണോ വെച്ച് കണ്ട്. അപ്പോൾ റിതു അന്ന് നമ്മൾ ആ താഴത്ത് ബ്ലാങ്കറ്റിൽ കിടക്കണം കണ്ടിട്ടേ അപ്പോൾ ഓല് തന്നാണ് കേട്ടോ. അപ്പോൾ അത് ഞാനും ഇപ്പോൾ പൊന്നും മീനും ഒക്കെ കിടക്കലാണ്. ഞാൻ നടുവിൽ കിടക്കും, ഓല് രണ്ടാളും ആ സൈഡിൽ ഈ സൈഡിലും കിടക്കും. അപ്പോൾ ഇതാക്കണം ഇതൊന്ന് നന്നായിട്ടൊന്നാണ് വെയിൽ കൊള്ളിച്ചട്ടോ. എന്നിട്ടൊന്ന് നന്നായിട്ട് ഉന്നക്കാണ് പൊന്തിയിട്ടേ കൊണ്ടുപോയിടാം. അതിൻ്റെ അടിയിൽ പാത്രം കകലും പരിപാടിയൊക്കെ നടക്കട്ടെ ഉഷാറായിട്ട് കേട്ടോ. കാക്കു ഹെൽപ്പ് ചെയ്തിരുന്നുണ്ട്, തിരുമ്പാലൊക്കെ തിരുമ്പുന്നുണ്ട്. അപ്പം ഇനി കുറച്ചും കൂടി പണിയുണ്ട്, അതും കൂടി കഴിഞ്ഞാൽ ബാക്കിയിൽ നോക്കാം. ഞാൻ മക്കളെ അടിച്ചു വരുന്നുണ്ട് കേട്ടോ. അടിച്ചു വരിയാലും ഇങ്ങനെ നോക്കും. നിങ്ങൾ കണ്ടിട്ടൊക്കെ ആ മരത്തിന്റെ ഇലകളാണ് പൊന്നാരം മക്കളെ. എവിടെ ഞാൻ എടുത്ത് കുട്ടീനെ പാമ്പ് അടിച്ചു ഇവിടെ ഇതിലെത്തവിടെ കൊടുത്തിട്ടേ വെട്ടാനൊക്കെ പറഞ്ഞു ഓലോട് കേട്ടോ. ഇതുവരെ വെട്ടി തന്നിട്ടൊന്നുമില്ല. അങ്ങനെ നോക്കിയാൽ ടെറസ് കിടക്കണ. ഇനി മഴ പെയ്താലാണ് വലിയ ഇടങ്ങേറ് കേട്ടോ. മഴ പെയ്താൽ നിങ്ങൾക്ക് അറിയില്ലേ, ഇതിവിടെ അടിഞ്ഞു കൂടിക്കാണ്ടേ വെള്ളം താഴേക്ക് ഇറങ്ങും. അത് മാത്രല്ല വെള്ളം പോവാല്ലോ, ഹോളൊക്കെ അടിയും ഒക്കെ അടിയാണ്. ഒന്നാമത് ഇവിടെയൊക്കെ വെച്ചിട്ട് ഇത് നമ്മളെ മഹാഗണി കേട്ടോ. മഹാഗണിന്റെ മരം പെട്ടെന്ന് കൊഴിഞ്ഞു പോരും ഓരോ ഇലയൊക്കെ. അടിച്ചു വരും താഴെ തന്നെ നിങ്ങൾ കണ്ടില്ലേ. ഇത് കണ്ടാൽ തോന്നുന്നു വണ്ടിയിൽ ഒരിക്കലും അടിച്ചു വരും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അടിച്ചു വരും, കാക്കും അടിച്ചു വരും കേട്ടോ. കയറിക്കാണ്ട് മാക്സിമം കാക്കും അവിടുത്തെ കൊമ്പുകളൊക്കെ ഓലോട് ചോദിച്ചാതെ തന്നെ മുറിച്ചു കിട്ടോ. 10 ഓലോട് പറഞ്ഞിരിക്കണ് ഇത് കൊമ്പിൻ്റെ കാര്യങ്ങളൊന്നും പോലും പിന്നെ മൈൻഡ് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ കാക്കു തന്നെ മുറിച്ചു കിട്ടോ. എന്താ വെച്ചാൽ അത് തൂങ്ങിയിട്ട് നമ്മളെ ജനൽവാതിൽമക്കൊക്കെ തൂങ്ങിയിട്ടേ നമ്മളെ ബേബികളൊക്കെ അവിടെ എടുക്കണല്ലേ. അപ്പോൾ താഴത്തെ അമ്മ വന്നാലും ചീത്താറിയും കാക്കുവിൻ്റെ ചീത്താറും ജന്തുക്കൾ കുട്ടികളെ അടുത്തേക്ക് വരും പറഞ്ഞാൽ അതിനും കൂടെ ആക്കിക്കാം. ഒരു വല്ലാത്ത ശല്യം തന്നെ കേട്ടോ. വീട് കാണാൻ വരുന്ന ആൾക്കാർ വരെ ഞങ്ങളെ ചീത്തറിയലുണ്ട്. എന്താ അപ്പം നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. അയൽവാസികളല്ലേ, നമ്മളെ അയൽവാസികളോട് ഇപ്പോൾ തല്ലൂടാനൊന്നും പറ്റില്ലല്ലോ. ഓല് കണ്ടറിഞ്ഞ് ചെയ്യേണ്ടതല്ലേ ഇതൊക്കെ. നമ്മൾ പറഞ്ഞും ചെയ്തു ഇതെന്തേലും ഒരു തീരുമാനമാക്കി തരും. ഇതുവരെ ഒന്നും ആക്കി തന്നിട്ടൊന്നുമില്ല. പിന്നെ കാക്കൂനെ നിങ്ങൾക്ക് അറിയില്ലേ, വെളുത്തിട്ടാ എന്താ ചെയ്യൂല, മയത്തിട്ടാ ചെയ്യൂല. അങ്ങനെ ഒരു മട്ടത്തിലില്ലാണ് കാക്കാരോട് ഒന്നിനും പോകുന്നില്ല കേട്ടോ. ഞാനിങ്ങനെ ചൂടത്തിയായി പറയുന്നല്ലാതെ കാക്കുതിലും കേക്കുതിലോട് വിടും. അതൊക്കെ തന്നെയാണ് കഥ മക്കളെ. ഇത് കണ്ട
അപ്പൊ മക്കളെ നോക്കിയാ നമ്മൾ കേറി പോന്ന ഓലും കേറി പോലും. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതി. മക്കളെ എന്താ സാധനം കിട്ടിയാലും എല്ലാരും റാക്കിന്റെ മുകൾക്കല്ലേ വലിച്ചിടുക. ഇവര് ഈ കോണിന്റെ മേലക്കാ വലിച്ചിടുക കേട്ടോ. സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയാ ഓരോ ഷൂവും പഴയ സാധനങ്ങളും ഒക്കെ. അപ്പൊ ഇതെന്താ ഞാൻ ചെയ്യല് വെച്ചാൽ ആഴ്ചയിലൊക്കെ അങ്ങോട്ട് വൃത്തിയാക്കിയിടും. അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ അതേപോലെ അവസരം കിട്ടുമ്പോഴൊക്കെ ചെയ്യലാട്ടോ. എന്തായാലും കോണിന്റെ മേലെ കാണിച്ചേരി താത്താന്ന് പറഞ്ഞിന്. ഓൽക്കൊന്നും കാണിച്ചു കൊടുത്താൽ ഇത് കോണി ആ ഡോറ് പറ്റുമ്പോഴേക്കും മാറ്റണം. ഡോറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ മക്കളെ, മഴ പെയ്തിട്ടേ. ആ ഡോർ തുറക്കിയോ അല്ലെ നിങ്ങളെ കാണൂല? ആ ഡോർ തുറക്കിയോ അല്ലെ നിങ്ങളെ കാണൂല? അപ്പൊ ഒന്നും വൃത്തിയാക്കിയിടട്ടോ മക്കളെ. ഇത് നമ്മളെ സൺഡയറക്റ്റിന്റെ വള്ളിയാട്ടോ. ആ വള്ളി മാറ്റണം. ഇപ്പൊ പൊട്ടിച്ചിക്കട. അതെ, ഈ വാതിൽ അടച്ചിട്ടേ ഇതൊക്കെ മക്കളെ വല്ലാത്ത പണി തന്നെയാണ്. ഇതൊക്കെ നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടിയൊക്കെ ഉണ്ടാവുമ്പോഴാണ് നന്നാക്കല്. അല്ലാതെ ഞാൻ ഈ കുഞ്ഞു കുട്ടികളെയും കൊണ്ട് ഇതിന്റെ വേലക്ക് കയറില്ല കേട്ടോ. ഒന്നാമത് കാക്ക എന്തെങ്കിലും പഠിത്തം എന്തെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാല് ഞാനും കുട്ടികളും അതിൻ്റെ ഉള്ളിൽ കുത്തിർക്കും. പിന്നെ ഇപ്പൊ അമ്മയില്ല, നിങ്ങൾക്ക് അറിയില്ലേ ഒരു കഥയാണെന്ന്. പിന്നെ ഒരാളെ കുളിപ്പിച്ച് ചെയ്യിച്ചൂടെ താത്താറിന് പജൂലട്ടോ മക്കളെ. ഞാൻ പറഞ്ഞിനി കാക്കുവിനോട് കേട്ടോ, ഒന്ന് നമുക്ക് തായൊക്കെ ഒന്ന് നല്ലോ പച്ചുകൊണ്ട് ഒരാളെ വിളിച്ചല്ലേന്ന്. അപ്പൊ 1000 വേണം, 1000 2000 ഒക്കെ കൊടുക്കാം. പണ്ടത്തെ ആദ്യം 100 200 ആളെ കിട്ടൂല. നമ്മക്ക് വെക്കണ പണി എനിക്ക് വയ്ക്കൂട്ടോ. പക്ഷെ കുട്ടികളുണ്ടാവുമ്പോഴേ ഓലിപ്പണോടെ ഇന്നിപ്പോ ഷൈമോളും ഇതും ഉണ്ട് കേട്ടോ. അതാ മോൾക്ക് ഇടുന്ന കണ്ട് പറയണ്ടട്ടോ. അത് ഞാൻ ഇനിയൊക്കെ അവിടുന്ന് വാരി വൃത്തിയാക്കും. നമ്മളെ ഷൈമോളുണ്ടെങ്കിലേ ഷൈമോളെ അരി ഇട്ടാ വെള്ളം വെച്ചിട്ടില്ലേ തിളച്ചാലേ 2 നാളിട്ടളം വെട്ടി അന്തിക്കൊക്കെ നമുക്ക് പിന്നെ വേറെ ഉണ്ടാക്കല്ലേ. ഇപ്പൊ ചൂടായിട്ട് മക്കളെ അതൊക്കെ കേടരണം. ഒന്നാമത് നമ്മളെ കോയൽ കിണറിലെ വെള്ളല്ലേ. അപ്പൊ ചൂടായിട്ടേ 3 വട്ടൊക്കെ ആക്കണട്ടോ അരി. 3 വട്ട തിളച്ച വെള്ളം കൊണ്ട് ഒന്നും കേൾക്കാം. അപ്പൊ മോളില് കാണാൻ മാത്രം ഒന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് മക്കളെ ചപ്പും ചവറും. എന്തെങ്കിലുമൊക്കെ നന്നാവും കരുതുന്നു. മക്കളൊക്കെ വലുതാട്ടെ, അപ്പൊ എല്ലാം ഉഷാറാവട്ടോ. അവിടെ ഇതായിട്ടില്ല. എവിടെ അവിടെ തിളച്ചിട്ടില്ല. അവിടെ തിളക്കട്ടെ, തിളച്ചിട്ട് ഇട്ടാ മതി. 2 നായി ഇട്ടാ മതി. ഇവിടെ ഇപ്പൊ ഈ കുട്ടിക്ക് പൊടി പോറുവേ. ഞാൻ മുട്ടണി മാറാല് കൂറാലൊക്കെ ഉണ്ടിട്ടോ മക്കളെ. കൊറേയൊക്കെ അങ്ങനെ പിന്നെ മാറാല തട്ടലൊക്കെ റൂമിൽ അവിടെ ഇവിടെയൊക്കെ കാക്കു പെയിന്റ് അടിച്ചോണ്ട് കാക്കു എന്നെ അങ്ങനെ തോണ്ടി എടുക്കൂട്ടോ. പിന്നെ റൂമിൽ അടിച്ചിട്ടില്ല താത്താന്ന്. ബാക്കി ഉണ്ടെങ്കിൽ അടിച്ചാട്ടോ. നമ്മളാ കുട്ടികൾ കൺമശി ലിപ്റ്റിക്കൊക്കെ തേച്ചിട്ടില്ലേ, അവിടെ എന്തായാലും ഒന്ന് വൃത്തിയാക്കണം. ഇഷ്ടമാവുക ഫോണിന്റെ മുകളിൽ ഇതൊക്കെയാണ്. വല്ലാതെ കാണാനൊന്നുമില്ല മക്കളെ. പഴയതൊക്കെ എല്ലാരും റാക്കിന്റെ മുകളിലെ ഞങ്ങള് ഫോണിന്റെ മേൽക്ക വലിച്ചെറിയും കേട്ടോ. ഇങ്ങോട്ടാണ്ട് വല്ലാതെ കാണാത്തോണ്ട് ഇവിടെ ജനാല വെച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ എന്താ എന്തിനു പറയാ കാർബോർഡ് ഇങ്ങനെ വെച്ചിട്ടാണ്. ഇവിടെ എന്താ ഇങ്ങനെ തുറ്റി വെച്ചിങ്ങനെ വെച്ചാൽ അതിൽ കൂടെ പൂച്ച കയറുക. അപ്പുറത്താ വരല്ലേ വലിയ പെര, അതിന്റെ മതിൽ മലിക്കൂടെ ഇതിൽ കൂടെ കയറിക്കാണ്ട് ഇങ്ങോട്ട് ഇറങ്ങുക. ഇവിടെ പൂച്ച കുട്ടികൾ ഇവിടെ പെറ്റെടുക്കുക. അതിന് ഞാൻ ആട്ടി വിട്ടാ കേട്ടോ. അന്ന് വായിച്ചിട്ടുണ്ട്. എന്നിട്ട് കുട്ടികളെ കാണുമ്പോ ഞാൻ ഓക്കാൻസ് ഛർദിക്കുക. അപ്പൊ ഞാൻ എന്താട്ടി അവിടെ തുറ്റി വെച്ചിട്ടോ. പിന്നെ അത് വരലില്ല. കുട്ടികളെ മാറ്റി കഴിഞ്ഞു. അങ്ങോട്ട് പോ. പിന്നെ വേണ്ടേ പിക്ചറിൽ ആ കപ്പെടുത്ത് എറിയണേ കാരണം ആണ് വെയിറ്റില്ല. മുടിന്റെ പോലെ ഒരു മാറ്റി കിട്ടാക്കുക. എടുക്കണ്ടേ എന്താണ് പൊന്ന എന്താണ് നോക്കിക്കല്. എഞ്ചത്തി
എന്ത് ചെയ്യാ അനിയത്തിക്ക് പനിച്ചണ്, ഒരാൾക്കല്ലെങ്കിൽ ഒരാൾക്ക് പനിച്ചു. ഒഴിവില്ലാത്ത പനിയാണ്. ആ താത്താരുടെ ഉമ്മാക്ക് പുകനെ നേരമുള്ളൂ. പൊന്നാര മക്കളെ അതിന് സ്ട്രോക്കാണ്. അപ്പൊ പിന്നെ എപ്പോഴും വീണുകൊണ്ട ബാലൻസ് എത്തിക്കണ്ട്. എത്ര കൊള്ളിട്ട മക്കളെ ഇവിടുത്തെ ഫോണിന്റെ വിശേഷങ്ങളൊക്കെ. നാളെ എടുക്കൊള്ളൂട്ടോ, അല്ലാത്ത വീഡിയോ ഒന്നും വിടുള്ളൂട്ടോ മക്കളെ.